ഹായ് എവരിവൺ, AKR ബീസ് ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 LDC എക്സാമിൻ്റെ ഭാഗമായിട്ട് ആധുനിക ഇന്ത്യയിലെ പ്രസിദ്ധരായ വനിതകളെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. 1857 കലാപകാരികളിലെ ഏറ്റവും മികച്ചതും ധീരയുമായ നേതാവെന്ന് ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ചത് റാണി ലക്ഷ്മിഭായ്. 1857 കലാപകാരികളിലെ ഏറ്റവും മികച്ചതും ധീരയുമായ നേതാവെന്ന് ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ചത് റാണി ലക്ഷ്മിഭായ്. രാജാറാം മോഹൻ റോയുടെ ജീവചരിത്രകാരി മേരി കാർപ്പൻ്റർ. രാജാറാം മോഹൻ റോയുടെ ജീവചരിത്രകാരി മേരി കാർപ്പൻ്റർ. 1910 അലഹബാദിൽ ഭാരത് സ്ത്രീ മഹാമണ്ഡൽ സ്ഥാപിച്ചത് സരളാദേവി ചൗധറാണി. 1910 അലഹബാദിൽ ഭാരത് സ്ത്രീ മഹാമണ്ഡൽ സ്ഥാപിച്ചത് സരളാദേവി ചൗധറാണി. 1915 ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ സ്ഥാപിച്ചത് ഡൊറോത്തി ദീനരാജദാസ. 1915 ഇന്ത്യൻ വിമൻസ് അസോസിയേഷൻ സ്ഥാപിച്ചത് ഡൊറോത്തി ദീനരാജദാസ. മഹിളാ രാഷ്ട്രീയ സംഘ് എന്ന സംഘടനയുടെ സ്ഥാപക ലതിക ഘോഷ്. മഹിളാ രാഷ്ട്രീയ സംഘ് എന്ന സംഘടനയുടെ സ്ഥാപക ലതിക ഘോഷ്. ഝാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മഹാശ്വേതാ ദേവിയുടെ രചന ക്യൂൻ ഓഫ് ഝാൻസി. ഝാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മഹാശ്വേതാ ദേവിയുടെ രചന ക്യൂൺ ഓഫ് ഝാൻസി. ആരാണ് ബ്രിസ്റ്റോളിൽ 1870 നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്? മേരി കാർപ്പൻ്റർ. ആരാണ് ബ്രിസ്റ്റോളിൽ 1870 നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്? മേരി കാർപ്പൻ്റർ. GK ദേവദറും രമാഭായ് റാനഡയും ചേർന്ന് പൂനെ സേവാസദൻ സ്ഥാപിച്ച വർഷം 1909. GK ദേവദറും രമാഭായ് റാനഡയും ചേർന്ന് പൂനെ സേവാസദൻ സ്ഥാപിച്ച വർഷം 1909. അവധിലെ ബീഗം 1857 വിപ്ലവശേഷം എവിടേക്കാണ് രക്ഷപ്പെട്ടത്? നേപ്പാൾ. അവധിലെ ബീഗം 1857 വിപ്ലവശേഷം എവിടേക്കാണ് രക്ഷപ്പെട്ടത്? നേപ്പാൾ. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ. ആത്മാവിൻ്റെ തീർത്ഥാടനം എന്ന പുസ്തകം രചിച്ചത് മീരാബെൻ. ആത്മാവിൻ്റെ തീർത്ഥാടനം എന്ന പുസ്തകം രചിച്ചത് മീരാബെൻ. 1921 മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിത കമ്മത്ത് ചിന്നമ്മ. 1921 മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിത കമ്മത്ത് ചിന്നമ്മ. ചബലി എന്ന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന വിപ്ലവകാരി ഝാൻസി റാണി. ചബലി എന്ന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന വിപ്ലവകാരി ഝാൻസി റാണി. ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. ധരാസനയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏത് പുസ്തകത്തിലാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചിരിക്കുന്നത്? വിശ്വചരിത്രാവലോകനം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏത് പുസ്തകത്തിലാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദുവെന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചിരിക്കുന്നത്? വിശ്വചരിത്രാവലോകനം. 1927 പൂനെയിൽ നടന്ന അഖിലേന്ത്യാ വിമൻസ് കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ചത് ആര്? മഹാറാണി ചിന്നബായ് ഗെയ്ക്വാദ്. 1927 പൂനെയിൽ നടന്ന അഖിലേന്ത്യാ വിമൻസ് കോൺഫറൻസിൽ അധ്യക്ഷത വഹിച്ചത് മഹാറാണി ചിന്നബായ് ഗെയ്ക്വാദ്. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിൻ്റെ പ്രസിദ്ധീകരണമായ രോഷിയുടെ എഡിറ്ററായി പ്രവർത്തിച്ച മലയാളി വനിതയാര്? ലക്ഷ്മി എൻ മേനോൻ. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിൻ്റെ പ്രസിദ്ധീകരണമായ രോഷിയുടെ എഡിറ്ററായി പ്രവർത്തിച്ച മലയാളി വനിത ലക്ഷ്മി എൻ മേനോൻ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചതാരെ? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചതാരെ? സരോജിനി നായിഡു. വിധവകൾക്കായി മുംബൈയിൽ ശാരദാസ്ഥാനം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ്. വിധവകൾക്കായി മുംബൈയിൽ ശാരദാസ്ഥാനം സ്ഥാപിച്ചത്
പണ്ഡിത രമാഫായി. പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിതകൾ കാദംബിനി ഗാംഗുലി, ആനന്ദി ഫായ് ജോഷി. പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിതകൾ കാദംബിനി ഗാംഗുലി, ആനന്ദി ഫായ് ജോഷി. ദി ഹൈകാസ്റ്റ് ഹിന്ദു വുമൺ എന്ന പുസ്തകം രചിച്ചത് പണ്ഡിത രമാഫായി. ദ ഹൈകാസ്റ്റ് ഹിന്ദു വുമൺ എന്ന പുസ്തകം രചിച്ചത് പണ്ഡിത രമാഫായി. അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവ് അനസൂയ സാരാഭായ്. അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവ് അനസൂയ സാരാഭായ്. ക്രേഡിൽ ടെയിൽസ് ഓഫ് ഹിന്ദുയിസം, കാളി ദി മദർ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് സിസ്റ്റർ നിവേദിത. ക്രേഡിൽ ടെയിൽസ് ഓഫ് ഹിന്ദുയിസം, കാളി ദി മദർ എന്നീ പുസ്തകങ്ങൾ രചിച്ചത് സിസ്റ്റർ നിവേദിത. ഇന്ത്യയിൽ ഓണേഴ്സ് ബിരുദം നേടിയ ആദ്യ വനിത കാമിനി റോയ്. ഇന്ത്യയിൽ ഓണേഴ്സ് ബിരുദം നേടിയ ആദ്യ വനിത കാമിനി റോയ്. കോഴിക്കോട്ട് സ്ഥാപിതമായ മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് മാർഗറ്റ് പാവമണി. കോഴിക്കോട്ട് സ്ഥാപിതമായ മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് മാർഗറ്റ് പാവമണി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെട്ടത് അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ നായിക എന്നറിയപ്പെട്ടത് അരുണ ആസിഫ് അലി. പെൺകുട്ടികൾക്കായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യ സ്കൂൾ തുടങ്ങിയ വ്യക്തി സാവിത്രിഭായ് ഫൂലെ. പെൺകുട്ടികൾക്കായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യ സ്കൂൾ തുടങ്ങിയ വ്യക്തി സാവിത്രിഭായ് ഫൂലെ. ആനി ബെസന്റിനെ സ്വാധീനിച്ച സീക്രട്ട് ഡോക്ട്രിൻ എന്ന പുസ്തകം ആരാണ് രചിച്ചത്? മാഡം ബ്ലാവഡ്സ്കി. ആനി ബെസന്റിനെ സ്വാധീനിച്ച സീക്രട്ട് ഡോക്ട്രിൻ എന്ന പുസ്തകം ആരാണ് രചിച്ചത്? മാഡം ബ്ലാവഡ്സ്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത് സുഭദ്രകുമാരി ചൗഹാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത് സുഭദ്രകുമാരി ചൗഹാൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ബീനാദാസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ബീനാദാസ്. ഇന്ത്യയിൽ ലെജിസ്ലേച്ചർ ഉപാധ്യക്ഷയായ ആദ്യ വനിത മുത്തുലക്ഷ്മി റെഡ്ഡി. ഇന്ത്യയിൽ ലെജിസ്ലേച്ചർ ഉപാധ്യക്ഷയായ ആദ്യ വനിത മുത്തുലക്ഷ്മി റെഡ്ഡി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ അംഗമായ ആദ്യ വനിത രാധാഭായ് സുബ്ബരായൻ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ അംഗമായ ആദ്യ വനിത രാധാഭായ് സുബ്ബരായൻ. ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിത കൊർണേലിയ സൊറാബ്ജി. ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിത കൊർണേലിയ സൊറാബ്ജി. കിത്തൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ചെന്നമ്മ. കിത്തൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ചെന്നമ്മ. പോർച്ചുഗീസുകാർ പെപ്പർ ക്യൂൻ എന്ന് വിളിച്ച ദക്ഷിണേന്ത്യയിലെ ഭരണാധികാരി കേലടി ചെന്നമ്മ. പോർച്ചുഗീസുകാർ പെപ്പർ ക്യൂൻ എന്ന് വിളിച്ച ദക്ഷിണേന്ത്യയിലെ ഭരണാധികാരി കേലടി ചെന്നമ്മ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർക്കെതിരെ പട നയിക്കുക വഴി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേര് ലഭിച്ചത് റാണി അബ്ബാക്കി ചൗട്ട. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർക്കെതിരെ പട നയിക്കുക വഴി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേര് ലഭിച്ചത് റാണി അബ്ബാക്കി ചൗട്ട. ദി പൊസിഷൻ ഓഫ് വിമൺ എന്ന പുസ്തകം രചിച്ചത് ലക്ഷ്മി എൻ മേനോൻ. ദി പൊസിഷൻ ഓഫ് വിമൺ എന്ന പുസ്തകം രചിച്ചത് ലക്ഷ്മി എൻ മേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ MP എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? രാധാഭായ് സുബ്ബരായൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ MP എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് രാധാഭായ് സുബ്ബരായൻ. ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതങ്കിനി ഹസ്ര. ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി മാതങ്കിനി ഹസ്ര. 1926 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇന്ത്യയിലെ സ്ഥാനാർത്ഥി ആയ ആദ്യത്തെ വനിത കമലാദേവി ചാത്തോപാധ്യായ. 1926 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇന്ത്യയിലെ സ്ഥാനാർത്ഥിയായ ആദ്യത്തെ വനിത കമലാദേവി ചാത്തോപാധ്യായ. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത് മാഡം വിക്കാജി കാമ. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത് മാഡം വിക്കാജി കാമ. കസ്തൂർബ ഗാന്ധി എവിടെ വെച്ചാണ് അന്തരിച്ചത്? ആഗാഖാൻ പാലസ് ജയിൽ, പൂനെ.
കസ്തൂർബ ഗാന്ധി എവിടെ വെച്ചാണ് അന്തരിച്ചത്? ആഗാഖാൻ പാലസ് ജയിൽ, പൂനെ. കൽക്കട്ട സർവകലാശാല ചടങ്ങിൽ 1932 അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്ന സർ സ്റ്റാൻലി ജാക്സണെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക ബീണ ദാസ്. കൽക്കട്ട സർവകലാശാല ചടങ്ങിൽ 1932 അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്ന സർ സ്റ്റാൻലി ജാക്സണെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക ബീണ ദാസ്. സരോജിനി നായിഡു ജനിച്ച സ്ഥലം ഹൈദരാബാദ്. സരോജിനി നായിഡു ജനിച്ച സ്ഥലം ഹൈദരാബാദ്. ഗാന്ധി ശിഷ്യയായ മീരാബെന്നിൻ്റെ യഥാർത്ഥ പേര് മാഡലിൻ സ്ലേഡ്. ഗാന്ധി ശിഷ്യയായ മീരാബെന്നിൻ്റെ യഥാർത്ഥ പേര് മാഡലിൻ സ്ലേഡ്. എഡിത്ത് എലൻഗ എന്ന ബ്രിട്ടീഷ് വനിത ഏത് പേരിലാണ് ഇന്ത്യ ചരിത്രത്തിൽ പ്രസിദ്ധ? നെല്ലിസൺ ഗുപ്ത. എഡിത്ത് എലൻഗ എന്ന ബ്രിട്ടീഷ് വനിത ഏത് പേരിലാണ് ഇന്ത്യ ചരിത്രത്തിൽ പ്രസിദ്ധ? നെല്ലിസൺ ഗുപ്ത. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിത ബാസന്തി ദേവി. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിത ബാസന്തി ദേവി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്ന ഏക വനിതാ അംഗം ആനി മസ്ക്രീൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്ന ഏക വനിതാ അംഗം ആനി മസ്ക്രീൻ. വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി ക്ഷണിക്കപ്പെട്ടത് സരോജിനി നായിഡു. വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി ക്ഷണിക്കപ്പെട്ടത് സരോജിനി നായിഡു. ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ഉന്നത ബഹുമതി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് മടക്കി നൽകിയ വനിത സരോജിനി നായിഡു. ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ഉന്നത ബഹുമതി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് മടക്കി നൽകിയ വനിത സരോജിനി നായിഡു. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ. 1938 രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാൻ. 1938 രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാൻ. ഗാന്ധിജിയുടെ അമ്മ പുത്തലിഫായി. ഗാന്ധിജിയുടെ അമ്മ പുത്തലിഫായി. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിത രുക്മിണി ലക്ഷ്മിപതി. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിത രുക്മിണി ലക്ഷ്മിപതി. INA-യുടെ വനിതാ റെജിമെൻറ്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. INA-യുടെ വനിതാ റെജിമെൻറ്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരികൾ ചന്ദ്രമതി ബസു, കാദംബനി ഗാംഗുലി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരികൾ ചന്ദ്രമതി ബസു, കാദംബനി ഗാംഗുലി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ബീർബല എന്നറിയപ്പെട്ട അസമീസ് വനിത കനകലത ബറുവ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ബീർബല എന്നറിയപ്പെട്ട അസമീസ് വനിത കനകലത ബറുവ. ഭവാനി പഥക്, ദേവി ചൗധറാണി എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളായിരുന്നു? സന്യാസി കലാപം. ഭവാനി പഥക്, ദേവി ചൗധറാണി എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളായിരുന്നു? സന്യാസി കലാപം. സരോജിനി നായിഡുവിൻ്റെ ആദ്യ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. സരോജിനി നായിഡുവിൻ്റെ ആദ്യ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യ ചരിത്രത്തിൽ പ്രസിദ്ധിയായ സിസ്റ്റർ നിവേദിത ജനിച്ച രാജ്യം അയർലൻഡ്. ഇന്ത്യ ചരിത്രത്തിൽ പ്രസിദ്ധിയായ സിസ്റ്റർ നിവേദിത ജനിച്ച രാജ്യം അയർലൻഡ്. സിസ്റ്റർ നിവേദിത ആരുടെ പ്രസിദ്ധ ശിഷ്യയാണ്? സ്വാമി വിവേകാനന്ദൻ. സിസ്റ്റർ നിവേദിത ആരുടെ പ്രസിദ്ധ ശിഷ്യയാണ്? സ്വാമി വിവേകാനന്ദൻ. ആര്യമഹിളാ സമാജം സ്ഥാപിച്ചത് രമാഫായി. ആര്യമഹിളാ സമാജം സ്ഥാപിച്ചത് രമാഫായി. പണ്ഡിത രമാഫായി വിധവകൾക്കായി പൂനെയിൽ സ്ഥാപിച്ച സ്കൂളിൻ്റെ പേര് മുക്തി. പണ്ഡിത രമാഫായി വിധവകൾക്കായി പൂനെയിൽ സ്ഥാപിച്ച സ്കൂളിൻ്റെ പേര് മുക്തി. മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ ആദ്യ വനിത മുത്തുലക്ഷ്മി റെഡ്ഡി. മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ ആദ്യ വനിത മുത്തുലക്ഷ്മി റെഡ്ഡി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായിക രാധാദേവി ആരുടെ ഭാര്യയായിരുന്നു? ലാല ലജ്പത് റായ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായിക രാധാദേവി ആരുടെ ഭാര്യയായിരുന്നു? ലാല ലജ്പത് റായ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം ചെയ്ത ആദ്യ ഇന്ത്യൻ റാണി വേലു നച്ചിയാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധം ചെയ്ത ആദ്യ ഇന്ത്യൻ റാണി വേലു നച്ചിയാർ.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് പ്രശസ്ത നേതാവിൻ്റെ ഭാര്യയാണ് ബാസന്തി ദേവി? CR ദാസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് പ്രശസ്ത നേതാവിൻ്റെ ഭാര്യയാണ് ബാസന്തി ദേവി? CR ദാസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യ വയോധിക എന്നറിയപ്പെട്ടതാര്? ആനി ബെസന്റ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യ വയോധിക എന്നറിയപ്പെട്ടതാര്? ആനി ബെസന്റ്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണെന്ന് പ്രസ്താവിച്ചത് ആനി ബെസന്റ്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ആവശ്യം ഇന്ത്യയുടെ അവസരമാണെന്ന് പ്രസ്താവിച്ചത് ആനി ബെസന്റ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള വനിതകൾ: ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. കേരളത്തിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. കേരളത്തിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. കാമരാജ് മലബാർ സന്ദർശിച്ച അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? AV കുട്ടിമാളു അമ്മ. കാമരാജ് മലബാർ സന്ദർശിച്ച അവസരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? AV കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിത AV കുട്ടിമാളു അമ്മ. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിത AV കുട്ടിമാളു അമ്മ. 1934 ഏത് സ്ഥലത്ത് വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത്? വടകര. 1934 ഏത് സ്ഥലത്ത് വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത്? വടകര. പാലിയം സത്യാഗ്രഹത്തിൽ നിർണായക പങ്കുവഹിച്ച വനിതാ നേതാവ് ആര്യ പള്ളം. പാലിയം സത്യാഗ്രഹത്തിൽ നിർണായക പങ്കുവഹിച്ച വനിതാ നേതാവ് ആര്യ പള്ളം. നമ്മൾ ഡിസ്കസ് ചെയ്ത് ആധുനിക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനിതകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കോടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.